എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. 10th ഫിസിക്സ് ക്ലാസ്സിലേക്ക് സ്വാഗതം. ക്രിസ്മസ് എക്സാമിന് വേണ്ടിയുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസുകളാണ് നമ്മൾ ഈ വീഡിയോയിലൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ വീഡിയോകളിലൊക്കെ നമ്മൾ ഇഷ്ടംപോലെ ക്വസ്റ്റ്യൻസുകൾ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഓരോ ചാപ്റ്ററും എടുത്ത് നോക്കിക്കഴിഞ്ഞാലും അതിൻ്റെ കൂടത്തിൽ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഷുവർ ക്വസ്റ്റ്യൻസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ ഷുവർ ക്വസ്റ്റ്യൻസിൻ്റെ വീഡിയോസ് ചെയ്തിട്ടുണ്ട്. എല്ലാവരും കാണുക കേട്ടോ. ഈ ചെയ്തിരിക്കുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾ പഠിച്ചാൽ തന്നെ നിങ്ങൾക്ക് ഫുൾ മാർക്ക് കിട്ടാനുള്ള എല്ലാ കാര്യങ്ങളും അതിൻ്റെ അകത്തുണ്ട് കേട്ടോ. അപ്പം എല്ലാം കണ്ട് കൃത്യമായിട്ട് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി തന്നെ പഠിക്കുക. അപ്പോൾ നമുക്ക് ഈ ഒരു വീഡിയോയിലെ ക്വസ്റ്റ്യൻസ് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുക. എന്താണ്? കാൽക്കുലേറ്റ് ദ പവർ ഓഫ് എ ഹീറ്റിംഗ് അപ്ലയൻസ് ഹാവിംഗ് 230 ഓം റെസിസ്റ്റൻസ് വെൻ 2 ആംപിയർ കറന്റ് ഫ്ലോസ് ത്രൂ ഇറ്റ്. എന്താണ്? 230 ഓം പ്രതിരോധമുള്ള ഒരു താപനോപകരണത്തിലൂടെ 2 ആംപിയർ വൈദ്യുതി പ്രവഹിക്കുന്നെങ്കിൽ ഉപകരണത്തിന്റെ പവർ കണ്ടുപിടിക്കാനാണ് ചോദിച്ചിരിക്കുന്നത്. അല്ലേ? അപ്പൊ നമുക്ക് ആദ്യമേ എന്ത് ചെയ്യണം? തന്നിരിക്കുന്ന കാര്യങ്ങളൊക്കെ എടുത്ത് എഴുതാം. അല്ലേ? റെസിസ്റ്റൻസ് തന്നിട്ടുണ്ട്, R = 230 ഓം എന്ന് തന്നിട്ടുണ്ട്. പിന്നെ കറണ്ട് തന്നിട്ടുണ്ടല്ലോ, എത്രയാണ്? 2 ആംപിയർ എന്നും തന്നിട്ടുണ്ടല്ലോ. ഇനി എന്താണ്? പവർ ആണ് കണ്ടുപിടിക്കേണ്ടത് അല്ലേ? പവർ P. അപ്പൊ തന്നിട്ടുള്ള കാര്യങ്ങൾ വെച്ച് നമുക്ക് ഇക്വേഷൻ ഏതെടുക്കാം? പവർ കണ്ടുപിടിക്കാൻ ഇക്വേഷൻ ഏതാണ്? P = I ഉണ്ട് R ഉണ്ട്. അപ്പൊ ഏതെടുക്കാം? I² × R. ഡയറക്റ്റ് ആയിട്ട് നമുക്ക് അപ്ലൈ ചെയ്യാം അല്ലേ? I എന്ന് പറയുന്നത് 2 ആണ്. അപ്പം 2² × R എന്ന് പറയുമ്പോൾ 230 വരും അല്ലേ? അപ്പോൾ ആൻസർ എത്ര വരും? അതായത് 4 × 230 വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു എത്രയാണ്? 920 എന്ന് വരും കേട്ടോ. 920 വാട്ട്. യൂണിറ്റ് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. നിങ്ങൾ ആൻസർ മാത്രം എഴുതി വെച്ചാൽ പോരാ, യൂണിറ്റും എഴുതിയാൽ മാത്രമേ ഉള്ളൂ ഫുൾ മാർക്ക് കിട്ടത്തുള്ളൂ. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുക. The figure shows the image formation in the eye of a person. Observe the figure and answer the following. ഇവിടെ ചിത്രം കൊടുത്തിട്ടുണ്ട്. ഇമേജ് ഫോം ചെയ്യുന്ന ഒരാളുടെ കണ്ണിൽ ഇമേജ് ഫോം ചെയ്യുന്നതിന്റെ ചിത്രമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. വേർ ഈസ് എ ഇമേജ് ഫോംഡ്? എവിടെയാണ് ഇവിടെ ഇമേജ് ഫോം ചെയ്തത്? നമുക്കറിയാം ഇതാണ് റെറ്റിന എന്ന് പറഞ്ഞിരിക്കുന്നില്ല. അപ്പൊ എവിടെയാണ് ഇമേജ് ഫോം ചെയ്തത്? ഇവിടെയായിട്ടാണ്. അതായത് എന്ത് പറയാം? ഇൻ ഫ്രണ്ട് ഓഫ് ദി റെറ്റിന, അറ്റ് റെറ്റിന, ബിഹൈൻഡ് ദ റെറ്റിന. എവിടെയാണ്? ബിഹൈൻഡ് ദ റെറ്റിന അല്ലേ? റെറ്റിനയുടെ പുറകുവശത്താണ് അല്ലേ എന്തുണ്ടായിരിക്കുന്നത്? ഇമേജ് ഉണ്ടായിരിക്കുന്നത്. അപ്പം ബിഹൈൻഡ് ദ റെറ്റിന. ഐഡന്റിഫൈ ദ ഡിഫക്റ്റ് ഓഫ് ദി ഐ ഷോൺ ഇൻ ദ ഫിഗർ. അപ്പൊ ഇതൊരു ഡിഫക്റ്റ് ആണല്ലോ അല്ലേ? ശരിക്കും റെറ്റിനയിലാണ് ഇമേജ് ഫോം ചെയ്യേണ്ടത്. അപ്പൊ ഇതൊരു ഡിഫക്റ്റ് ആണ്. അപ്പം ഏതാണ് ഈ ഡിഫക്റ്റ് എന്ന് പറഞ്ഞിരിക്കുന്നത്? ഡിഫക്റ്റിന്റെ പേരെന്താണ്? ലോങ് സൈറ്റ്നെസ് ആണ് അല്ലേ? ലോങ് സൈറ്റ്നെസ് ആണിത് കേട്ടോ. ലോങ് സൈറ്റ്നെസ് അല്ലെങ്കിൽ ഹൈപ്പർമെട്രോപ്പിയ എന്നൊക്കെ പറയില്ലേ? ലോങ് സൈറ്റ്നെസ് അല്ലെങ്കിൽ ഹൈപ്പർമെട്രോപ്പിയ. ഇനി വാട്ട് ആർ ദ റീസൺസ് ഫോർ ദിസ് ഡിഫക്റ്റ്? ഈ ഡിഫക്റ്റിന്റെ റീസൺ എന്തൊക്കെയാണ്? എന്താണ് കാരണങ്ങൾ എന്ന് പറഞ്ഞിരിക്കുന്നത്? ഒന്നുകിൽ എന്താണ്? ലെൻസിന്റെ പവർ കുറയാം ഇല്ലേ? ഡിക്രീസ്ഡ് ഇല്ലേ? എന്ത് പറയാം? ഡിക്രീസ്ഡ് ഇല്ലേ? ഡിക്രീസ്ഡ് പവർ ഓഫ് ലെൻസ് എന്ന് പറയാം അല്ലേ? ഡിക്രീസ്ഡ് പവർ ഓഫ് ലെൻസ്, ലെൻസിന്റെ പവർ കുറയുന്നതാണ് ഒരു കാരണം. അതുപോലെ എങ്ങനെയാണ്? ഐബോളിന്റെ ലെങ്തും അല്ലേ? എന്ത് പറയാം? ഡിക്രീസ്ഡ് ഇല്ലേ? ഡിക്രീസ്ഡ് ഐബോൾ ലെങ്ത് എന്ന് പറയാം കേട്ടോ. ഐബോൾ ഉണ്ടല്ലോ, ഐബോൾ ലെങ്ത് കുറയുന്നതും അതുപോലെ തന്നെ എന്താണ്? ലെൻസിന്റെ പവർ കുറയുന്നതുമാണ് എന്തിന്റെ കാരണം എന്ന് പറഞ്ഞിരിക്കുന്നത്? ലോങ് സൈറ്റ്നെസിന്റെ റീസൺ എന്ന് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ ആണല്ലോ. ഇനി ഹൗ ക്യാൻ വി റെക്ടിഫൈ ദിസ് ഡിഫക്റ്റ്? ഇതിനെ നമുക്ക് എങ്ങനെ റെക്ടിഫൈ ചെയ്യാം? എങ്ങനെയാണ് റെക്ടിഫൈ ചെയ്യാൻ പറ്റുന്നത്? ഏത് ലെൻസ് ആണ്? കോൺവെക്സ് ലെൻസ് ഉപയോഗിച്ചിട്ട് അല്ലേ? കോൺവെക്സ് ലെൻസ്, അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള പവറുള്ള അല്ലെങ്കിൽ സ്യൂട്ടബിൾ ആയിട്ടുള്ള പവറുള്ള കോൺവെക്സ് ലെൻസ് ഉപയോഗിച്ചിട്ട് നമുക്ക് ഈ ഒരു ഡിഫക്റ്റിനെ നമുക്ക് കറക്റ്റ് ചെയ്യാൻ സാധിക്കും. ആൻസർ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇവിടെ എന്താണ് ഇമേജ് ഫോം ചെയ്യുന്നത്? ബിഹൈൻഡ് ദ റെറ്റിനയാണ്. ഹൈപ്പർമെട്രോപ്പിയ എന്നാണ് ഈ ഡിഫക്റ്റിനെ പറയുന്നത്, അല്ലെങ്കിൽ ലോങ് സൈറ്റ്നെസ് എന്ന് പറയും. ഇതിന്റെ റീസൺ എന്ന് പറഞ്ഞിരിക്കുന്നത് ലെൻസിന്റെ പവർ കുറയുന്നതാണ്. ലെൻസിന്റെ പവർ കുറയാം, അല്ലെങ്കിൽ ഐബോളിന്റെ സൈസ് അല്ലെങ്കിൽ ലെങ്ത് ഇല്ലേ? ഐബോളിന്റെ സൈസ് എന്നോ ലെങ്ത് എന്നോ പറയാൻ കേട്ടോ. സൈസ് ഓഫ് ദി ഐബോൾ ഡിക്രീസ് എന്ന് പറയാം അല്ലേ? അപ്പം അതൊക്കെ എന്താണ്? റീസൺ ആണ്. പിന്നെ എങ്ങനെയാണ് ഇതിനെ നമ്മൾ റെക്ടിഫൈ ചെയ്യുന്നത്? യൂസിങ് കോൺവെക്സ് ലെൻസ് ഓഫ് സ്യൂട്ടബിൾ പവർ അല്ലേ? അല്ലെങ്കിൽ സ്യൂട്ടബിൾ പവർ അല്ലെങ്കിൽ സ്യൂട്ടബിൾ ഫോക്കൽ ലെന്തുള്ള കോൺവെക്സ് ലെൻസ് ഉപയോഗിച്ചിട്ട്. കോൺവെക്സ് ലെൻസ് അതാണ് പോയിന്റ് കേട്ടോ. കോൺവെക്സ് ലെൻസ് ഉപയോഗിച്ച് നമുക്ക് എന്താണ് ഇത് നമുക്ക് റെക്ടിഫൈ ചെയ്യാൻ സാധിക്കും. അടുത്ത നോക്കൂ കേട്ടോ. ചൂസ് എ കറക്റ്റ് ഗ്രാഫ് ദാറ്റ് റെപ്രസെന്റ് ദ കറന്റ് ഇൻഡ്യൂസ്ഡ് ഇൻ ദ ആർമേച്ചർ ഓഫ് ദ DC ജനറേറ്റർ. DC ജനറേറ്ററിന്റെ ആർമേച്ചറിൽ ഇല്ലേ? ആർമേച്ചർ ഇൻഡ്യൂസ് ചെയ്യുന്ന കറണ്ട് ഏതാണ്? നമ്മൾ പഠിച്ചിട്ടുണ്ട് AC ആണേലും DC ആണേലും ആർമേച്ചർ ഇൻഡ്യൂസ് ചെയ്യുന്ന കറണ്ട് ഏത് തന്നെയാണ്? AC തന്നെയാണ് ഇല്ലേ? പിന്നെ അത് AC ആണോ DC ആണോ എന്നുള്ളത് നമ്മൾ, അല്ലെങ്കിൽ ഉണ്ടാകുന്ന AC-നെ DC ആക്കി മാറ്റുന്ന റിങ്സുകളാണ് അല്ലേ? അപ്പൊ നമ്മൾ കണ്ടായിരുന്നു. അപ്പൊ ഇവിടെ ഏതാണ്? DC ജനറേറ്ററിന്റെ ആർമേച്ചറിൽ ഇൻഡ്യൂസ് ചെയ്യുന്ന കറണ്ട് ഏതാണ്? AC ആണ്. AC-യുടെ സിമ്പൽ ഏതാണ്? A ആണ് അല്ലേ? AC ആണ് അവിടെ ഇൻഡ്യൂസ് ചെയ്യുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക.
Which of the following statements correctly describe the working of a loudspeaker? ലൗഡ്സ്പീക്കറിന്റെ വർക്കിംഗ് അതിലെ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നോക്കുക, സൗണ്ട് എനർജി ഈസ് കൺവേർട്ടഡ് ഇൻടു ഇലക്ട്രിക് എനർജി ബേസ്ഡ് ഓൺ മോട്ടോർ പ്രിൻസിപ്പിൾ ആണോ? ലൗഡ് സ്പീക്കർ എന്ന് പറയുമ്പോൾ എന്താണ്? നമ്മൾ സൗണ്ട് എനർജി പ്രൊഡ്യൂസ് ചെയ്യുക. ഇവിടെ എന്താണ്? സൗണ്ട് എനർജി കൺവേർട്ടഡ് ടു ഇലക്ട്രിക് എനർജി എന്ന് പറഞ്ഞു. അല്ല, ഇല്ലേ? അപ്പം അത് റോങ് ആണ്. ഇലക്ട്രിക്കൽ എനർജി ഈസ് കൺവേർട്ടഡ് ഇൻടു സൗണ്ട് എനർജി ബേസ്ഡ് ഓൺ മോട്ടോർ പ്രിൻസിപ്പിൾ. അത് കറക്റ്റ് ആണല്ലോ. മോട്ടോർ പ്രിൻസിപ്പിൾ വർക്ക് ചെയ്യുന്നതല്ലേ ലൗഡ് സ്പീക്കർ. അപ്പം ഇലക്ട്രിക് എനർജി കൺവേർട്ട് ചെയ്തിട്ട് സൗണ്ട് എനർജി ആവുന്നു. ഏത് പ്രിൻസിപ്പിൾ അനുസരിച്ചിട്ട്? മോട്ടോർ പ്രിൻസിപ്പിൾ അനുസരിച്ചിട്ട്. അത് കറക്റ്റ് ആണ്. ഇലക്ട്രിക് എനർജി ഈസ് കൺവേർട്ടഡ് ഇൻടു സൗണ്ട് എനർജി ബേസ്ഡ് ഓൺ ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ ആണോ? ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ ഉപയോഗിച്ചിട്ടല്ല, മോട്ടോർ പ്രിൻസിപ്പിളിൽ വർക്ക് ചെയ്യുന്നതാണ് എന്തെന്ന് പറഞ്ഞിരിക്കുന്നത്? ലൗഡ് സ്പീക്കർ എന്ന് പറയുന്നത്. സൗണ്ട് എനർജി ഈസ് കൺവേർട്ടഡ് അതുമല്ല. അപ്പോൾ ഏതാണ്? ബി ആണ് കേട്ടോ കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുക. ഒബ്സർവ് ദ ഡയഗ്രാം ഓഫ് ദി കറന്റ് ക്യാരിയിങ് സോളിനോഡ് കേട്ടോ. ഒരു കറന്റ് ക്യാരിയിങ് സോളിനോഡിന്റെ ഡയഗ്രാം ആണ് കൊടുത്തിരിക്കുന്നത്. കോപ്പി ദ ഫിഗർ ആൻഡ് മാർക്ക് ദ ഡയറക്ഷൻ ഓഫ് കറന്റ് ഫ്ലോ ത്രൂ ദ കോയിൽ. ഈ ചിത്രം പകർത്തി വെച്ച് കമ്പിച്ചുരുളിലൂടെ വൈദ്യുതി പ്രവാഹം ദിശ അടയാളപ്പെടുത്താൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെന്താണ്? ഐഡന്റിഫൈ ആൻഡ് മാർക്ക് ദ നോർത്ത് പോൾ ഓഫ് ദി സോളിനോഡ്. സോളിനോഡിന്റെ നോർത്ത് പോൾ ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നിങ്ങൾ ചിത്രം വരയ്ക്കണം കേട്ടോ. എന്നിട്ട് ഇതുപോലെ വരച്ചിട്ട് അതിൻ്റെ ഡയറക്ഷൻ ഓഫ് കറന്റ് ഒക്കെ നിങ്ങൾ അടയാളപ്പെടുത്തുക കേട്ടോ. അപ്പോൾ എങ്ങനെ വരും? ഇതാണ് പോസിറ്റീവ്. അപ്പോൾ ഇത് ഇങ്ങനെ പോവില്ലേ? ഇതിലും വഴി പോയിട്ട് ഇതാ ഇങ്ങനെയായിരിക്കും പോകുന്നത് അല്ലേ? ഈ ഒരു രീതിയല്ല. അതായത് ഇതിലും വഴി ഇങ്ങനെ വന്നിട്ടില്ല, ഇവിടെ ഇങ്ങനെ വന്നിട്ട് ഇതിലും വഴി. അപ്പം ഇത് ഏത് ഡയറക്ഷനാണ്? കറണ്ട് പോകുന്നത്? ഇങ്ങനെയല്ലേ പോകുന്നത്? ഉള്ളിലേക്കല്ലേ പോകുന്നത്? അതായത് എങ്ങനെ പോകും? ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ അല്ലേ? ഇവിടെ എങ്ങനെയാണ്? ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് കറണ്ട് ഫ്ലോ ചെയ്യുന്നത്. നമുക്കിവിടെ കാണുമ്പോൾ അറിയാം ഇങ്ങനെ വന്നിട്ട് കറണ്ട് ഡയറക്ഷൻ നോക്കി സോളിനോഡിൽ കൂടെ ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് പോകുന്നത് അല്ലേ? അപ്പം ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാവുമ്പോൾ നമുക്കറിയാം ഏതാണ് നോർത്ത് പോൾ എന്ന് പറഞ്ഞിരിക്കുന്നത്? ഇതായിരിക്കും നോർത്ത് പോൾ എന്ന് പറഞ്ഞിരിക്കുന്നത് അല്ലേ? ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ ഏതാണ്? നോർത്ത് പോളാണ്. ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണെങ്കിൽ സൗത്ത് പോളും ആയിരിക്കും. അപ്പം ഇത് നോർത്തും ഇത് സൗത്തും ആയിരിക്കും. റീസൺ മനസ്സിലായല്ലോ? ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണെങ്കിൽ അത് നോർത്ത് പോളാണ് കേട്ടോ. അതാണ് റീസൺ. ഇതാ ചിത്രം അവിടെ കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ വരയ്ക്കണം കേട്ടോ. നിങ്ങൾ ഡയറക്ഷനൊക്കെ കറണ്ട് ഡയറക്ഷനൊക്കെ മാർക്ക് ചെയ്യുക. വെൻ കറണ്ട് എൻറ്റേഴ്സ് ഇൻ ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ ദെൻ ദ മാഗ്നറ്റിക് പൊളാരിറ്റി ഓഫ് ദാറ്റ് എൻഡ് ഈസ് നോർത്ത്. അതാണ് അതിൻ്റെ ജസ്റ്റിഫിക്കേഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുക. മാഗ്നറ്റിക് നീഡിൽസ് അറേഞ്ച്ഡ് പാരലൽ ടു ദ കറന്റ് ക്യാരിയിങ് കണ്ടക്ടർ എ ബി in two circuits are depicted. Observe the figures and select the correct pair regarding the deflection of the magnetic needle. കണ്ടില്ലേ? നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള ചിത്രം തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. ഒരു എ ബി എന്ന് പറഞ്ഞ ഒരു കണ്ടക്ടറാണ്. അതിലൂടെ കറണ്ട് ഫ്ലോ ചെയ്യുന്നുണ്ട്. അതിൻ്റെ താഴ്ഭാഗത്തായിട്ട് എന്ത് വെച്ചിരിക്കുന്നു? ഒരു മാഗ്നറ്റിക് നീഡിൽ വെച്ചിരിക്കുന്നു. നോക്കാം. ഇൻ ഫിഗർ 1 the needle deflects in the clockwise direction. കേട്ടോ. ഇവിടെ കുറച്ച് സ്റ്റേറ്റ്മെന്റ് കൊടുത്തിട്ടുണ്ട്. അത് ഏതാണ് കറക്റ്റ് എന്ന് പറഞ്ഞിരിക്കുന്നത്? ഫിഗർ 1ന്റെ കേസ് നോക്കിയാൽ കറണ്ട് എങ്ങനെയാണ് ഫ്ലോ ചെയ്യുന്നത്? ഇങ്ങനെ അല്ലേ? ഇങ്ങനെ വന്നിട്ട് A to B ഇങ്ങനെയാണ്. ഫിഗർ ബിയുടെ കേസിൽ എങ്ങനെയാണ്? ഇങ്ങനെയാണ് കറണ്ട് പോകുന്നത് അല്ലേ? അപ്പം നമ്മൾ ഏതാണ്? റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ അവിടെ അപ്ലൈ ചെയ്യുക. റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ അപ്ലൈ ചെയ്ത് നോക്കുക. ഫസ്റ്റ് കേസിൽ എങ്ങനെയാണ്? കറണ്ട് ഇങ്ങനെ പോകുന്നു. കറണ്ട് ഇങ്ങനെ പോകുമ്പോൾ നമ്മുടെ കൈ വെച്ച് നോക്കുക കേട്ടോ. തമ്പ് എപ്പോഴും കറണ്ട് ഡയറക്ഷനിലായിരിക്കണം. അപ്പോൾ ബാക്കി വിരലുകൾ ഏത് രീതിയിലാണ് വരുന്നതെന്നാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ആദ്യത്തെ കേസിൽ ബാക്കി വിരലുകൾ ഏത് രീതിയിലാണ് വരുന്നത്? ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് അല്ലേ? അതായത് ഈ നോർത്ത് പോൾ എങ്ങോട്ട് ഡിഫ്ലക്റ്റ് ചെയ്യും? ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ, അതായത് അങ്ങോട്ട് ഡിഫ്ലക്റ്റ് ചെയ്യും. നമ്മൾ കൈ വെക്കുമ്പോൾ മനസ്സിലാകാൻ സാധ്യത അങ്ങോട്ടാണ് വരുന്നത്. നമ്മുടെ ബാക്കി വിരലുകൾ ആ താഴെഭാഗത്തോട്ടാണ് വരുന്നത് കേട്ടോ. അപ്പം ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ ആയിരിക്കും. രണ്ടാമത്തെ ഫിഗറിലെ കേസിൽ വരുമ്പം കറണ്ട് ഈ ഡയറക്ഷനിലെ കറണ്ട് ഈ ഡയറക്ഷനിലാണ് പോകുന്നത്. അപ്പം നോർത്ത് ഇങ്ങോട്ടായിരിക്കും ഡിഫ്ലക്റ്റ് ചെയ്യുന്നത്. മനസ്സിലായത്? നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള ചിത്രം തന്നെയാണ് കേട്ടോ. അതിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഏതൊക്കെയാണ് കറക്റ്റ് എന്ന് നോക്കാമേ. ഇൻ ഫിഗർ 1 the needle deflects in the clockwise direction ആണോ? ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ ആണ്. അപ്പം അത് റോങ് സ്റ്റേറ്റ്മെന്റ് ആണ്. ഫിഗർ 2 the needle deflects in the anti clockwise direction. ഇതെങ്ങനെയാണ്? ഇത് ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. അപ്പോൾ അതും റോങ് ആണ്. ഫിഗർ 1 needle deflects in the clockwise direction. അപ്പോൾ അത് കറക്റ്റ് ആണ്. ഫിഗർ 2 needle deflects in the clockwise direction. ഫിഗർ 2ൽ എങ്ങനെയാണ്? needle ഡിഫ്ലക്റ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ്. അപ്പം ഇതെന്താണ്? ഇത് സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണല്ലോ. അപ്പോൾ ഏതൊക്കെയാണ് കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞിരിക്കുന്നത്? സിയും ഡിയും ആണല്ലേ? അത് അവിടെ കൊടുത്തിട്ടുണ്ട്. സിയും ഡിയും. നാലാമത്തെ ഓപ്ഷനാണ് അവിടെ കറക്റ്റ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. ദ ഡയറക്ഷൻ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് അറൌണ്ട് എ കറന്റ് ക്യാരിയിങ് കണ്ടക്ടർ എ ബി ഈസ് മാർക്ക്ഡ്. കണ്ടോ? ഒരു കറന്റ് ക്യാരിയിങ് കണ്ടക്ടറാണ് എ ബി എന്ന് പറഞ്ഞിരിക്കുന്നത്. മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ കൊടുത്തിട്ടുണ്ട് കേട്ടോ. മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ കൊടുത്തിട്ടുണ്ട്. ദെൻ ദ ഡയറക്ഷൻ ഓഫ് ദി കറന്റ് ഇൻ ദ കണ്ടക്ടർ. കണ്ടക്ടറിലുള്ള കറന്റിന്റെ ഡയറക്ഷൻ, മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ നോക്കുക. ഇത് എങ്ങോട്ടാണ്? നമ്മൾ കൈ വെച്ച് നോക്കുക അല്ലേ? അപ്പോൾ കൈ വെച്ച് നോക്കുമ്പോൾ നമുക്കറിയാം ഉള്ളിലോട്ടാണ് പോകുന്നത്
അല്ലേ? ഈ ഒരു രീതിയിലാണ് പോകുന്നത്. അപ്പം കറണ്ടിന്റെ ഡയറക്ഷൻ എങ്ങനെയായിരിക്കും പോകുന്നത്? അപ്പൊ കൈ വെച്ച് നോക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കും. തമ്പ് എങ്ങോട്ടാണ്? ദാ ഇങ്ങോട്ടാണ്. അതായത് കറണ്ടിന്റെ ഡയറക്ഷൻ എങ്ങനെയാണ്? A to B ആണ് കേട്ടോ. ഡയറക്ഷൻ ഓഫ് കറണ്ട് ഈസ് ഫ്രം A to B. ഇതാണ് കേട്ടോ ആൻസർ. ഡയറക്ഷൻ ഓഫ് കറണ്ട് എന്ന് പറഞ്ഞിരിക്കുന്നത് A to B ആണ്. ഇനി വിച്ച് റോൾ ഹെൽപ്ഡ് യു ടു ഫൈൻഡ് ദ ഡയറക്ഷൻ ഓഫ് കറണ്ട്? ഡയറക്ഷൻ ഓഫ് കറണ്ട് കണ്ടുപിടിക്കുന്ന ഏത് റൂൾ ഉപയോഗിച്ചിട്ടാണ്? റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ അല്ലേ? റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ ഉപയോഗിച്ചിട്ടാണ് അത് കണ്ടുപിടിക്കുന്നത്. റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ കേട്ടോ. അത് എഴുതുക കേട്ടോ. റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ എന്ന് എഴുതുക. അതിൻ്റെ ആ റൂളും കൂടെ എഴുതുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫുൾ മാർക്ക് അവിടെ കിട്ടിയിരിക്കും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുക. എ ഹീറ്റിംഗ് കോയിൽ വിത്ത് 60 ohm റെസിസ്റ്റൻസ് ഈസ് കണക്റ്റഡ് ടു എ 240 വോൾട്ട് സപ്ലൈ കേട്ടോ. ഒരു ഹീറ്റിംഗ് കോയിലാണ് 60 ohmന്റെ. അതെങ്ങനെയാണ് 240 വോൾട്ട് സപ്ലൈ ആയിട്ട് കണക്ട് ചെയ്തിരിക്കുകയാണ്. കാൽക്കുലേറ്റ് ദ പവർ ഓഫ് ദി അപ്ലയൻസ്. പവർ കണ്ടുപിടിക്കണം. കാൽക്കുലേറ്റ് ദ എമൗണ്ട് ഓഫ് ഹീറ്റ്. പവർ കണ്ടുപിടിക്കാൻ്റെ എമൗണ്ട് ഓഫ് ഹീറ്റ് കണ്ടുപിടിക്കണം. അത് 5 മിനിറ്റിലാണ് വർക്ക് ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ എന്താണ്? ഇഫ് ദ അപ്ലയൻസ് കണ്ടിന്യൂസ്ലി വർക്ക് ഫോർ 10 hours, കാൽക്കുലേറ്റ് ദ എനർജി കൺസ്യൂംഡ് ഇൻ കൊമേഴ്ഷ്യൽ യൂണിറ്റ്. എനർജി കൺസ്യൂംഡ് ഇൻ കൊമേഴ്ഷ്യൽ യൂണിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്. കൊമേഴ്ഷ്യൽ യൂണിറ്റ് എന്ന് പറയുമ്പോൾ ഓർത്തോണം, കൊമേഴ്ഷ്യൽ യൂണിറ്റ് ഏതാണ്? കിലോ വാട്ട് അവർ. നമ്മൾ പഠിച്ചിട്ടില്ല. അപ്പം കിലോ വാട്ട് അവറിൽ എനർജി കണ്ടുപിടിക്കാനാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം കിലോ വാട്ട് അവർ എന്ന് പ്രത്യേകം പറഞ്ഞിട്ടില്ല, കൊമേഴ്ഷ്യൽ യൂണിറ്റ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മൾ പഠിച്ചതാണ് എനർജിയുടെ യൂണിറ്റ്. ഇൻ കൊമേഴ്ഷ്യൽ യൂണിറ്റ് ഓഫ് ഇലക്ട്രിക് എനർജി എന്ന് പറഞ്ഞാൽ എന്താണ്? കിലോ വാട്ട് അവർ ആണ്. അപ്പം ക്വസ്റ്റ്യൻസ് ഒക്കെ നോക്കുക കേട്ടോ. ഇപ്പം പല വിധത്തിൽ നിന്നൊക്കെ വേണമെങ്കിൽ ക്വസ്റ്റ്യൻസ് ചോദിക്കാം. അപ്പോൾ നമുക്ക് ചെയ്യാം. ആദ്യം എന്ത് ചെയ്യണം? തന്നിരിക്കുന്ന കാര്യങ്ങൾ എടുത്തെഴുതാം. റെസിസ്റ്റൻസ് തന്നിട്ടുണ്ട് 60 ohm ആണ്. പിന്നെ വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ 240 അല്ലേ? 240 വോൾട്ട് ആണ്. പിന്നെ എന്താണ്? സമയം എന്ന് പറഞ്ഞിരിക്കുന്നത് 5 മിനിറ്റ് ആണ് കേട്ടോ. മിനിറ്റിൽ നിന്ന് കണ്ട അന്നേരം തന്നെ നിങ്ങൾ കൺവേർട്ട് ചെയ്ത് സെക്കൻഡിലേക്ക് എഴുതുക കേട്ടോ. അപ്പം ഇൻറ്റു 60 ചെയ്യുക. അപ്പോൾ എത്ര വരും? 300 സെക്കൻഡ് എന്ന് വരും. ഓക്കെ ആണല്ലോ. ഇനി എന്താണ് ആദ്യമേ കണ്ടുപിടിക്കാൻ ചോദിച്ചിരിക്കുന്നത്? പവറാണ് കണ്ടുപിടിക്കാൻ ചോദിച്ചിരിക്കുന്നത് അല്ലേ? അപ്പം നമുക്ക് R ഉണ്ട്, V ഉണ്ട് അല്ലേ? നമുക്ക് പവർ കണ്ടുപിടിക്കാമല്ലോ. ഏതാണ്? V²/R വെച്ച് പവർ കണ്ടുപിടിക്കാൻ മേലെ. അപ്പം നോക്കാം. ദാറ്റ് ഈസ് ഈക്വൽ ടു V² എന്ന് പറയുമ്പോൾ എത്രയാണ്? 240 × 240 അല്ലേ? ഡിവൈഡ് ബൈ R എന്ന് പറഞ്ഞിരിക്കുന്നത് എത്രയാണ്? 60 വരും. ഇതും കൂടെ ക്യാൻസൽ ചെയ്യാം. അവിടെ 4 വരും അല്ലേ? പിന്നെ 24 × 240 ചെയ്യുക. അപ്പോൾ ആൻസർ വരുന്നത് 960 വാട്ട് എന്ന് വരും കേട്ടോ. പവർ അവിടെ കിട്ടിയ എത്രയാണ്? 960 വാട്ട്. ഇനി അടുത്ത ബി പാർട്ട് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. കാൽക്കുലേറ്റ് ദി എമൗണ്ട് ഓഫ് ഹീറ്റ് അല്ലേ? ജനറേറ്റഡ് ഇൻ ദിസ് ഹീറ്റിംഗ് കോയിൽ 5 മിനിറ്റ് എന്ന് ചോദിച്ചിട്ടുണ്ട്. എമൗണ്ട് ഓഫ് ഹീറ്റ് ആണ്. അപ്പം വിയും ആറും ടിയും ഉണ്ട്. അപ്പോൾ ഏത് ഇക്വേഷൻ ഉപയോഗിക്കാം? H ഈസ് ഈക്വൽ ടു V²/R × T അല്ലേ? ഈ ഇക്വേഷൻ ഉപയോഗിക്കാം അല്ലേ? V²/R × T എന്ന് പറഞ്ഞാൽ ഇക്വേഷൻ ഉപയോഗിക്കാം. നമ്മളിവിടെ ഓൾറെഡി V²/R കണ്ടുപിടിച്ചു. ഒന്നെങ്കിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. 240 × ഇങ്ങനെ ചെയ്യാം കേട്ടോ. 240 × 240 ഡിവൈഡ് ബൈ R 60 × ടൈം എന്ന് വെച്ചാൽ 300 അല്ലേ? നമ്മൾ ഓൾറെഡി ഈ ഒരു വാല്യൂ കണ്ടുപിടിച്ചായിരുന്നല്ലോ. എത്രയാണ്? 960 എന്ന് കിട്ടിയായിരുന്നു. അപ്പോൾ അതങ്ങ് എഴുതി വെച്ചാലും മതി കേട്ടോ. 960 × 300 ചെയ്യുക. അല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ ചെയ്ത് എല്ലാം കൂടെ മൾട്ടിപ്ലൈ ചെയ്തെടുക്കുക കേട്ടോ. അപ്പം ഇത് ചെയ്യുമ്പോൾ കിട്ടുന്ന ആൻസർ എന്ന് പറഞ്ഞിരിക്കുന്നത് 288,000 അത്രയും ജൂൾ എന്ന് വരും കേട്ടോ. എമൗണ്ട് ഓഫ് ഹീറ്റ്. ഇനി അടുത്ത സി പാർട്ട് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇൻ ദിസ് അപ്ലയൻസ് കണ്ടിന്യൂസ്ലി വർക്ക് ഫോർ 10 hours. ആ അപ്ലയൻസ് 10 മണിക്കൂർ കണ്ടിന്യൂസ് ആയിട്ട് വർക്ക് ചെയ്യുന്നു. ഇലക്ട്രിക് എനർജി കണ്ടുപിടിക്കാനാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം ഇലക്ട്രിക് എനർജിയുടെ ഇക്വേഷൻ ഏതാണ്? ഇലക്ട്രിക് എനർജി ഈസ് ഈക്വൽ ടു പവർ അല്ലേ? പവർ ഇൻ വാട്ട്, ടൈം ഇൻ അവർ അല്ലേ? ഇലക്ട്രിക് എനർജി കൺസപ്ഷൻ കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ ഇതല്ലേ? അത് കൊമേഴ്ഷ്യൽ യൂണിറ്റ് അതായത് കിലോ വാട്ട് അവറിലാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഡിവൈഡഡ് ബൈ എന്ത് ചെയ്യണം? 1000 കൂടെ ചെയ്യണം. ഓക്കെ ആണല്ലോ. അപ്പോൾ പവർ ഇവിടെ തന്നിട്ടുണ്ട്. അപ്പോൾ പവർ നമുക്കിവിടെ കിട്ടിയായിരുന്നു. എത്രയാണ്? 960 ആണ്. ഇൻറ്റു ടൈം എന്ന് പറഞ്ഞാൽ 10 ആണ് അല്ലേ? 10 ആണ്. ഡിവൈഡഡ് ബൈ 1000 ചെയ്യുക. ക്യാൻസൽ ചെയ്യാൻ പറ്റുന്നതൊക്കെ നമുക്ക് ക്യാൻസൽ ചെയ്ത് കളയാം. ദാറ്റ് ഈസ് 96 ഡിവൈഡഡ് ബൈ 10 എന്ന് വരും. അതായത് എത്ര വരുന്നത്? 9.6 അല്ലേ? 9.6 കിലോ വാട്ട് അവർ എന്ന് വരും ഇലക്ട്രിക് എനർജിയുടെ അവിടെ കൺസപ്ഷൻ. ഇനി അതിൻ്റെ കൂട്ടത്തിൽ വേറൊരു പാട്ടും കൂടെ വരാം. ഏതാണ്? റേറ്റ് അല്ലേ? അപ്പം റേറ്റ് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത്ര ഡേയ്സിൻ്റെ ആണെന്നുണ്ടെങ്കിൽ ഇത് കണ്ടതിന് ശേഷം ആ ഡേയ്സ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുക. പിന്നെ റേറ്റ് തന്നിട്ടുണ്ടെങ്കിൽ ആ വാല്യൂ കൂടി ഇട്ട് ചെയ്യുക. നമ്മൾ ഒരുപാട് പ്രോബ്ലം ചെയ്തിട്ടുണ്ട് കേട്ടോ. നിങ്ങൾ ഇലക്ട്രിക് എനർജിയുടെ ചാപ്റ്ററിൻ്റെ അകത്ത് അത് പ്ലേലിസ്റ്റിൽ നോക്കിക്കഴിഞ്ഞാൽ ക്വസ്റ്റ്യൻസിൻ്റെ വീഡിയോസ് ഉണ്ട്. അതിൽ നമ്മൾ ഒരുപാട് ക്വസ്റ്റ്യൻസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. പ്രാക്ടീസ് ചെയ്ത് നോക്കുക. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. സോളിനോയിഡ്സ് ആർ യൂസ്ഡ് ടു മേക്ക് ഇലക്ട്രോമാഗ്നറ്റ്സ്. ഇഫ് ദ ഡയറക്ഷൻ ഓഫ് ദ DC current through the solenoid at the end facing us in clockwise, which magnetic pole is developed at this end?
സജസ്റ്റ് 2 മെത്തേഡ്സ് ടു ഇൻക്രീസ് ദ മാഗ്നറ്റിക് ഫീൽഡ് സ്ട്രെങ്ത് ഓഫ് ദി സോളിനോയിഡ്. സോളിനോയിഡ് നമുക്ക് എന്താണ് പറഞ്ഞിട്ടുണ്ട്, നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. സോളിനോയിഡിനെ കുറിച്ച് വൈദ്യുതകാന്തങ്ങൾ നിർമ്മിക്കാനാണ് നമ്മൾ സോളിനോയിഡ് ഉപയോഗിക്കുന്നത്. എന്താണെന്ന് നോക്കിയാൽ ഒരു സോളിനോയിഡിലൂടെ DC കറന്റ് പാസ് ചെയ്ത് വിടുവാണ്. അപ്പം നമ്മളിലേക്ക് ഫേസ് ചെയ്ത് വരിക ആ അഗ്രത്ത് വൈദ്യുത പ്രവാഹം പ്രദക്ഷിണ ദിശ, അതായത് ക്ലോക്ക് വൈസ് നമ്മളോട് ഫേസ് ചെയ്ത് നിൽക്കുന്ന അവിടെ എങ്ങനെയാണ് ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാവുകയാണെന്നുണ്ടെങ്കിൽ ആ എൻഡിൽ എങ്ങനെയായിരിക്കും, നമ്മളോട് ഫേസ് ചെയ്ത് നിൽക്കുന്നതിൽ ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് എന്താണ് കറണ്ട് ഫ്ലോ ചെയ്യുന്നെങ്കിൽ ആ എൻ്റെ ഏതായിരിക്കും, ക്ലോക്ക് വൈസ് ആണെങ്കിൽ ഏതാണ്, സൗത്ത് അല്ലേ. ക്ലോക്ക് വൈസ് ആണെങ്കിൽ സൗത്ത് പോൾ ആയിരിക്കും അല്ലേ. ഇനി കാന്തശക്തി വർദ്ധിപ്പിക്കാനുള്ള മാർഗങ്ങൾ അറിയാലോ. നമ്പർ ഓഫ് ടേൺസ് കൂട്ടുക, അതുപോലെ തന്നെ കറണ്ടിന്റെ സ്ട്രെങ്ത് കൂട്ടുക, അതുപോലെ തന്നെ സോഫ്റ്റ് അയൺ കോറൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ സ്ട്രെങ്ത് അവിടെ കൂടും. ആൻസർ ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ, സൗത്ത് പോൾ ആണ്. പിന്നെ സ്ട്രെങ്ത് കൂട്ടാനുള്ള മാർഗങ്ങൾ: ഇൻക്രീസ് ദ നമ്പർ ഓഫ് ടേൺസ് ഓഫ് സോളിനോയിഡ്, ഇൻക്രീസ് എമൗണ്ട് ഓഫ് കറന്റ് ത്രൂ ദ കണ്ടക്ടർ, ഇൻസേർട്ട് എ സോഫ്റ്റ് അയൺ കോർ ഇൻ ദ സോളിനോയിഡ്. അപ്പൊ ഇങ്ങനെയുള്ള മാർഗങ്ങളൊക്കെ ഉപയോഗിച്ച് നമുക്ക് സ്ട്രെങ്ത് കൂട്ടാൻ സാധിക്കും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുക. ദ ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ ഓഫ് EMF ഒബ്റ്റൈൻഡ് ഫ്രം 3 ഇലക്ട്രിക്കൽ സോഴ്സസ് ആർ ഗിവൺ ബിലോ. 3 ഇലക്ട്രിക്കൽ സോഴ്സിൽ നിന്നും കിട്ടുന്ന EMFന്റെ ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഐഡന്റിഫൈ എനി 2 സോഴ്സസ്. ഏതെങ്കിലും 2 സോഴ്സസ് ഐഡന്റിഫൈ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ. ഏതൊക്കെയാണ് ഓരോ സോഴ്സും നമുക്ക് കാണുമ്പോൾ അറിയാം അല്ലേ. ഏതൊക്കെയാണ്? എ എന്ന് പറഞ്ഞിരിക്കുന്നത് ഏതാണ്? AC ജനറേറ്റർ ആണ് അല്ലേ. എ എന്ന് പറഞ്ഞാൽ AC ജനറേറ്റർ ആണ് അല്ലേ. ഇനി ബി എന്ന് പറഞ്ഞിരിക്കുന്നത് എന്താണ്? ബാറ്ററിയിൽ നിന്നുള്ള EMF ആണ് അല്ലേ. ബി എന്ന് പറഞ്ഞിരിക്കുന്നത് ബാറ്ററി ആണ്. ദെൻ സി എന്ന് പറഞ്ഞിരിക്കുന്നത് എന്താണ്? DC ഇല്ലേ. സി ഏതാണ്? DC ജനറേറ്ററുമാണ്. നമുക്കറിയാവുന്ന കാര്യമാണ്. ഏതെങ്കിലും 2 എഴുതുക. ഐഡന്റിഫൈ എനി 2 സോഴ്സ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. റൈറ്റ് എനി 2 പെക്യുലാരിറ്റീസ് ഓഫ് ഈച്ച് ഓഫ് ദി EMF ഷോൺ ഇൻ ഗ്രാഫ് എ ആൻഡ് ബി. എയിലെയും ബിയിലെയും ആ ഗ്രാഫിൽ നിന്ന് നമുക്ക് EMF കിട്ടുന്നുണ്ട്, അതിന്റെ പ്രത്യേകത എഴുതാനാണ് ചോദിച്ചിരിക്കുന്നത്. എ എന്ന് പറയുന്നത് AC ജനറേറ്റർ ആണ് അല്ലേ. അവിടെ എന്താണ് AC ജനറേറ്ററിന്റെ പ്രത്യേകത? എന്താണ്? ഡയറക്ഷൻ ചേഞ്ചസ് ഇല്ലേ. ഡയറക്ഷൻ നമുക്ക് എന്ത് പറയാം? ഡയറക്ഷൻ ചേഞ്ചസ്. ഇങ്ങനെയാണ് കണ്ടിന്യൂവസ്ലി ഇല്ലേ. ഡയറക്ഷൻ ചേഞ്ചസ് കണ്ടിന്യൂസ്ലി എന്ന് പറയുന്നത് തുടർച്ചയായിട്ട് ഡയറക്ഷൻ ചേഞ്ച് ചെയ്യുന്നുണ്ട്. അതായത് EMF അവിടെ കൂടുകയും കുറയുകയും ചെയ്യുന്നുണ്ട്. ബിയുടെ നമുക്ക് എന്ത് പറയാം? ബിയുടെ എങ്ങനെയാണ് ഡയറക്ഷൻ എങ്ങനെയാണ് ചേഞ്ച് ചെയ്യുന്നുണ്ടോ? ഇല്ല, ഡയറക്ഷൻ ഈ സ്റ്റഡി എന്ന് പറയാം ഇല്ലേ. ബിയുടെ കേസിൽ നമുക്ക് ഡയറക്ഷൻ അവിടെ സ്റ്റഡി എന്ന് പറയാം. മനസ്സിലായി? എയുടെയും ബിയുടെ ആണ് ചോദിച്ചിരിക്കുന്നത്. അതായത് ഇവിടെ EMF എങ്ങനെയാണ്? സ്റ്റഡി ആണ് കേട്ടോ. EMF സ്റ്റഡി അല്ലെങ്കിൽ EMF കോൺസ്റ്റന്റ് ആണെന്ന് നമുക്ക് പറയാൻ സാധിക്കും. ക്ലിയർ ആയല്ലോ? അവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതേ ആൻസർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. AC ജനറേറ്റർ ആണ്. ബി എന്ന് പറഞ്ഞ ബാറ്ററി ആണ്. സി DC ജനറേറ്റർ ആണ്. എയുടെ കേസിൽ ഡയറക്ഷൻ ചേഞ്ചസ് കണ്ടിന്യൂസ്ലി, EMF ഇൻക്രീസ് ചെയ്യുകയും ഡിക്രീസ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ബി ആണെന്നുണ്ടെങ്കിൽ ഡയറക്ഷൻ സ്റ്റഡി ആണ്, അതായത് EMF അവിടെ എങ്ങനെയാണ്? കോൺസ്റ്റന്റും ആണ്. അപ്പോൾ ഇത്രയും ക്ലിയർ ആയല്ലോ. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസുകളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഇപ്പോൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇതെല്ലാം നിങ്ങൾ പഠിക്കുക കേട്ടോ. ഇതൊക്കെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് തന്നെയാണ്. ഇതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഷുവർ ക്വസ്റ്റ്യൻസുകളൊക്കെയാണ് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ആയിട്ട് ചെയ്തത്. അതിൻ്റെ എല്ലാ ലിങ്ക് നമ്മൾ താഴെ കൊടുത്തേക്കാം കേട്ടോ. നിങ്ങൾ കാണുക, കൃത്യമായിട്ട് കണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കി പഠിക്കുക. കാണാതെ പഠിക്കാൻ ഒരിക്കലും ശ്രമിക്കല്ല്. തെറ്റിപ്പോവും, മറന്നുപോവും. കാര്യങ്ങൾ കൃത്യമായിട്ട് കണ്ട് മനസ്സിലാക്കി പഠിക്കുക കേട്ടോ. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. എല്ലാവരും നല്ലോണം പഠിക്കുക. നന്ദി, നമസ്കാരം. താങ്ക്